ഹലോ, ലിസ്വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിസി. ഇന്ന് നമ്മളിവിടെ തയ്ക്കാൻ പോകുന്നത് ഒരു പുതിയ മോഡൽ ഒരു ടോപ്പാണ്. അതിന് നമ്മൾക്ക് ആദ്യമായിട്ട് നമ്മൾ മുകളിലത്തെ പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നല്ല വീതിയുള്ള തുണിയാണ്. നമുക്ക് വണ്ണം എന്ന് പറയുന്ന ഒരു 11 ഇഞ്ച്, അതിന് വണ്ണം ഒരു 11 ഇഞ്ചും ഇറക്കം 24 ഇഞ്ചുമായിട്ടാണ് എടുക്കുന്നത്. 11 ഇഞ്ചിൽ 4 മടക്കിയിട്ടിരിക്കുന്നത്. 11 ഇഞ്ച് വണ്ണം, പിന്നെ ഇറക്കം ഒരു 24 ഇഞ്ച്, 23 നമുക്ക് വേണ്ടിയത്. അതിൽ 1 ഇഞ്ച് തുമ്പും കൂടെ, 2 വശത്തെ തയ്യൽ തുമ്പ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 24 എടുക്കുന്നത്. അപ്പോൾ 24 2 സൈഡിലും മാർക്ക് ചെയ്യുക. ആ 2 ലൈനും കൂടെ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് ആ പീസ് അങ്ങോട്ട് മുറിച്ചെടുക്കാം. ഇനി നമ്മൾ ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ ഒരു 9 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. 9 ഇഞ്ച് ഷോൾഡറും കൈക്കുഴി ഒരു 7 ഇഞ്ചും. ഇനി അത് ബോക്സ് പോലെ ആക്കിയിട്ട് ഷേപ്പാക്കാം. ഇനി അത് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് കഴുത്താണ് അടയാളപ്പെടുത്തുന്നത്. കഴുത്ത് നമുക്ക് എടുക്കുന്നത് ഒരു 7 ഇഞ്ചാണ്. താഴേക്ക് ഒരു 3.5 ഇറക്കം, കഴുത്തിൻ്റെ ഇറക്കം 3.5 ഇഞ്ച്. ഇനി നമുക്ക് താഴേട്ടൊരു 3 ഇഞ്ച് കൂടെ ഒരു മാർക്ക് ചെയ്യാം. അതിൽ നിന്ന് ഒരു 3 ഇഞ്ച് താഴേക്കും കൂടെ മാർക്ക് ചെയ്യാം. അപ്പോൾ അത് വെട്ടേണ്ട ആവശ്യമില്ല, അവിടെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. താഴേക്ക് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നതും ഷോൾഡർ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നതും കൂടെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഒരു കർവ് ആകൃതിയിൽ നമുക്കങ്ങോട്ട് വരച്ചെടുക്കാം. എന്നിട്ട് അതിൽ നമുക്കത് വെട്ടുകയും ചെയ്യാം, വെട്ടി മാറ്റാം. ഇനി കഴുത്തിൻ്റെ അവിടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. തുണി 4 മടക്കിയിട്ടിരുന്നത്. അപ്പോൾ സൈഡിലേക്ക് ഒരു മടക്ക് വരുന്നുണ്ട്. ആ മടക്ക് നമുക്ക് വെട്ടി വേർതിരിച്ചെടുക്കണം. നമ്മളിനി താഴത്തെ പാർട്ടാണ് എടുക്കുന്നത്. താഴത്തെ പാർട്ടിന് ഫ്രില്ല് വെച്ചിട്ടാണ് എടുക്കുന്നത്. 2 സ്റ്റെപ്പായിട്ടാണ് എടുക്കുന്നത്. 2 തുണി നമ്മൾ 2 മടക്കിയിട്ടിരിക്കുകയാണ്. ഇതിന് നല്ല വീതിയുള്ള തുണിയാണ്. ഒരു 58 ഇഞ്ചൊക്കെ വീതിയുണ്ട്. അപ്പം അതിന് നമ്മൾ എടുക്കുന്നത് ഒരു 18 ഇഞ്ച് ആണ് ഇറക്കം ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 18 ഇഞ്ച്. ഇപ്പുറത്തെ സൈഡിലും ആ 18 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്താം. ഇനി ആ വരകൾ രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് മുറിച്ചെടുക്കാം. ഇനി ആ പീസ് ഒന്നും കൂടെ അതേ നീളത്തിലും വീതിയിലും ഉള്ള ഒരു പീസും കൂടെ നമുക്ക് കിട്ടണം. ബാക്കിയുള്ള തുണിയുടെ മുകളിലേക്ക് അതെടുത്ത് വെക്കുക. 18 ഇഞ്ച് ഇറക്കത്തിൽ ആദ്യം ഒരു പീസ് വെട്ടിയെടുത്തു. ആ പീസ് ബാക്കി കിടക്കുന്ന തുണിയുടെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒരു പീസും കൂടെ വെട്ടിയെടുക്കുകയാണ്. അങ്ങനെ 2 പീസാണ് അതുള്ളത്. അത് ഇനി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പീസും കൂടെ വേണം. ആ പീസിന് നമുക്ക് അത്ര ഇറക്കം വേണ്ട. 2 സ്റ്റെപ്പായിട്ടാണ് ഇത് തയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അടിയിലത്തെ സ്റ്റെപ്പിനുള്ളതാണ് നമ്മളിപ്പം വെട്ടിവെച്ചത്. അത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ ഞൊറിയിടുകയാണ് ചെയ്യുന്നത്. ഇനി ഈ മുകളിലത്തെ അതിൻ്റെ മുകളിലോട്ട് വെക്കുന്ന പീസിന് നമുക്കൊരു 11 ഇഞ്ച് ഇറക്കം മതി. നമുക്ക് 11 ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്താം. ആ 11 2-3 ഇടത്തായിട്ടങ്ങ് മാർക്ക് ചെയ്യാം. ഇനി അത് മുറിച്ച് മാറ്റാം. അതും വേറെ മാറ്റി വെക്കാം. ഇനി കൈയാണ് എടുക്കുന്നത്. കൈക്ക് എടുക്കുന്നതിന് നമ്മൾ 4 മടക്കിയിട്ടേക്കുന്നത്. ഒരു 8 ഇഞ്ച് വണ്ണത്തിൽ 4 മടക്കിയിടാം. ഇനി അതിൻ്റെ 8 ഇഞ്ച് വീതി. ഇനി ഇറക്കം എന്ന് പറയുന്നത് ഒരു 13 ഇഞ്ചാണ് അതിൽ കിട്ടുള്ളൂ. 13 ഇഞ്ച് നമുക്ക് എടുക്കാം. 13 ഇഞ്ച് 2 സൈഡിലും 13 അടയാളപ്പെടുത്താം. ഇനി അതിൻ്റെ ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു 3.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യും. 3.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട്
നമ്മൾ സാധാരണ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് വരയ്ക്കുന്നത് പോലെ ഷേപ്പായിട്ട് വരയ്ക്കാം. ഇനി ആ മാർക്കിലൂടെ വെട്ടിയെടുക്കാം. അടിഭാഗത്തെ വണ്ണം ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. കൈയുടെ അടിഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് മുകളിലത്തെ ഭാഗം കൂടെ കുട്ടി വരച്ചിട്ട് അതങ്ങോട്ട് മുറിച്ച് മാറ്റാം. കൈയുടെ അടിയിലേക്ക് ഫ്രില്ലായിട്ട് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പീസ് മുറിച്ചെടുത്തിരിക്കുകയാണ്. ഈ പീസിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു 4 ഇഞ്ച് വീതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് ഫ്രില്ലായിട്ട് വേണം വെച്ച് പിടിപ്പിക്കാൻ, ഞൊറിയിട്ട് കൊടുത്തിട്ട്. പിന്നെ നമുക്ക് മുകളിലത്തെ പീസിന് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം. ലൈനിങ് എടുത്ത് 4ആയിട്ട് മടക്കി ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, മുകളിലത്തെ പീസ്, നല്ല പീസ് വെട്ടി വെച്ചിട്ടുണ്ട്. ആ പീസ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. നമ്മൾ ആ പീസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിലൂടെ നമ്മൾ വെട്ടിയെടുക്കുകയാണ്. കഴുത്തിൻ്റെ അവിടുത്തെ സെൻറ്റർ അടയാളപ്പെടുത്തും. ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുപോലെയാണ് കഴുത്ത് വെട്ടി വെച്ചിരിക്കുന്നത്. അതിൽ ഫ്രണ്ടിൽ നമ്മളൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ക്യാൻവാസിലേക്ക് നമ്മൾ ഡിസൈൻ വരയ്ക്കുകയാണ്. ഒരു ക്യാൻവാസ് എടുക്കാം. ക്യാൻവാസിൽ 3 ഇഞ്ച് നീളം അടയാളപ്പെടുത്താം. സെൻറ്റർ ഒരു 1.5 കൂടെ മാർക്ക് ചെയ്യാം. ഷേപ്പ് വരയ്ക്കുമ്പം ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരയ്ക്കുന്നത്. ഇനി നമുക്കവിടെ ചെറിയൊരു കർവിൽ ഒരു ഷേപ്പ് കൊടുക്കാം. ഇനി അതിന് പുറത്തേക്കും ഒരു ചെറിയ വീതിയിൽ ഒന്നുകൂടെ വരച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ വരച്ചിരിക്കുന്നതിൽ വെട്ടിയെടുക്കാം. അത് നമുക്കൊരു ഒരു പീസിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഫ്രണ്ടിൽ കഴുത്തിന് ഇടാൻ വേണ്ടിയിട്ട്, വള്ളി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പീസും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അടിയിലത്തെ പാർട്ടിന് വേണ്ടി 10 ഇഞ്ചിൻ്റെ വീതിയിൽ ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ പീസിൻ്റെ 2 സൈഡും ഓവർലോക്ക് ചെയ്തിട്ട് അത് ഞൊറി ഇട്ടെടുത്തിരിക്കുന്നതാണ്. ഞൊറി ഇട്ടെടുത്ത് ചെറിയ ഞൊറി കൊടുത്താൽ മതി. അത് നമ്മൾ മുകളിലത്തെ പീസിലേക്ക് പിടിപ്പിക്കേണ്ടതാണ്. ഇനി രണ്ടാമത് അടിയിലേക്ക് നമ്മൾ കുറച്ചുകൂടെ വീതിയിൽ 18 ഇഞ്ച് വീതിയിൽ 2 പീസ് മുറിച്ചെടുത്തായിരുന്നു. ആ 2 പീസും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് അതിൻ്റെയും 2 സൈഡും ഓവർലോക്ക് ചെയ്ത് മുകൾ ഭാഗത്ത് ഞൊറി ഇട്ടിട്ടുണ്ട്. ഇനി ആദ്യത്തെ പീസ് ഈ പീസും കൂടെ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് ഇത് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ അതിലൂടെ അടിച്ചു കൊടുക്കുക. താഴത്തെ പോർഷൻ നമ്മൾ അടിച്ചെടുത്തിരിക്കുകയാണ്. ആദ്യത്തെ ഒരു എണ്ണം ഞൊറിയിട്ടതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തേത് കൂട്ടിപ്പിടിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ക്യാൻവാസിൽ വെട്ടി വെച്ചിരുന്നത് നമ്മൾ ഒരു തുണിയിലേക്ക് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സൈഡ് നമ്മൾ അതിൻ്റെ ക്യാൻവാസിലേക്ക് വെച്ച് തയ്ച്ചും കൂടെ പിടിപ്പിക്കണം. ഇനി നമുക്കത് കഴുത്തേലേക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കഴുത്തേൽ അതിൻ്റെ ആദ്യം ലൈനിങ് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ മുകളിൽ നല്ല പീസും വെച്ച് വെക്കുകയാണ്. ഇനി അതിൻ്റെ നടുഭാഗത്തായിട്ട് അറ്റം കൃത്യം മുകളിലേക്ക് വരത്തക്ക വിധത്തിൽ വെച്ചിട്ട് അതിൻ്റെ ക്യാൻവാസിൻ്റെ ഉള്ളിൽ കൂടെ അടിക്കുക. കഴുത്ത് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇനി അത് ഉള്ളിൽ കൂടെ വെട്ടിയിട്ട് അതകത്തേക്ക് പോകണം. അങ്ങനെ നമ്മൾ വെട്ടിയെടുത്തിരിക്കുന്ന ഭാഗം ഉള്ളിലേക്ക് മടക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കത് അടിക്കണ്ട, അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കൈത്തുന്നൽ തുന്നി കൊടുക്കാം. അവിടെ മോൾ ഭാഗം പിടിയിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മളിനി കഴുത്ത് പിടിപ്പിച്ച് വരേണ്ടതാണ്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടി പിടിപ്പിക്കാം. ബാക്ക് പീസും കൂടി എടുത്തിട്ട്
അതും കൂടെ വെച്ച് ഷോൾഡർ കൂട്ടിപ്പിടിപ്പിക്കാം. നമ്മളിപ്പോൾ ഫ്രണ്ട് പീസ് ആണ് ഇപ്പോൾ നമ്മൾ കഴുത്ത് തയ്ച്ച് വെച്ചത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസിൻ്റെ നല്ല പീസ് ആദ്യവും അതിൻ്റെ മുകളിലേക്ക് ലൈനിങ്ങും വെച്ചിട്ട് ഷോൾഡർ കൂട്ടിപ്പിടിപ്പിക്കും. നമ്മൾ ഷോൾഡർ കൂട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴുത്താണ് തയ്ക്കാൻ പോകുന്നത്. കഴുത്തിന് തയ്ക്കാൻ വേണ്ടി നമ്മൾ ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് ഫ്രണ്ട് പീസിൽ നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ ഷേപ്പ് കൊടുത്തിരിക്കുന്നത്, അവിടെ വെച്ചാണ് തയ്ക്കാൻ തുടങ്ങുന്നത്. അത് ആ പൈപ്പിങ്ങിൻ്റെ ആദ്യം ഒരു കുറച്ചൊന്ന് മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തിട്ട് ഒരു സൈഡ് വെച്ചിട്ട് അങ്ങോട്ട് അടിച്ചു പോകണം. ഇങ്ങ് അറ്റത്ത് വരുമ്പോഴും അതുപോലെ അവിടെ അറ്റമൊന്നും മടക്കി കൊടുക്കണം. അവിടെ വരുമ്പോഴും അതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അങ്ങനെ വേണം അടിക്കാൻ. നമ്മൾ പറഞ്ഞ പോലെ കഴുത്തിൻ്റെ ഒന്നടിച്ചിട്ടുണ്ട്. ഇനി അത് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇപ്പോൾ വെച്ചിരിക്കുന്ന പീസ് ഉള്ളിൽ പോകണം. അങ്ങനെ ഉള്ളിലേക്ക് മടക്കി തുമ്പ് ഒളിച്ചൊന്നും കൂടെ അടിച്ചു കൊടുക്കുക. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ വള്ളി ഇടേണ്ടതാണ്. അതിനുള്ള വള്ളിക്കിടാനുള്ള ഗ്യാപ്പ് മാത്രം മതി. അങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം. നമ്മൾ കഴുത്ത് അടിച്ചു കഴിഞ്ഞു. പറഞ്ഞ പോലെ തന്നെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അതിന് കുറച്ച് വീതി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വള്ളി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടിയത് കൈയാണ് ചെയ്യേണ്ടത്. കൈ പിടിപ്പിക്കണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മളൊരു കൈ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൈയിലേക്ക് നമുക്ക് ഇച്ചിരി ഇറക്കം കുറവാണ്. പിന്നെ 2 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ കൈയുടെ ഫ്രില്ല് പിടിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പീസ് ആദ്യം അങ്ങ് പിടിപ്പിക്കുക. അതിൻ്റെ അറ്റത്തേക്ക് ഒരു ഫ്രില്ലെടുത്ത് പിടിപ്പിക്കുക. അങ്ങനെ പിടിപ്പിക്കുക. പിന്നെ അടുത്ത ഫ്രില്ല് മുകളിലും അങ്ങനെയും പിടിപ്പിക്കുക. അങ്ങനെ അടിച്ചു കൊടുക്കുക. നമ്മൾ കൈക്ക് ഫ്രില്ല് പിടിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരെണ്ണം, അതിൻ്റെ അടിയിലേക്ക് ഒന്നും കൂടെ ആയിട്ട് 2 എണ്ണമായിട്ട് 2 സ്റ്റെപ്പായിട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ കൈയും 2 കൈയും അതുപോലെ തന്നെ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് എടുത്ത് വെട്ടുകയാണ് ചെയ്യേണ്ടത്. 2 കൈയും കൂടെ ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വിടും. ഫ്രണ്ട് വശം മാത്രം 1/2 ഇഞ്ച് കുഴിച്ച് വിട്ടു. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടിപ്പിടിപ്പിച്ചിരിക്കുന്ന ഭാഗം എടുക്കുക. കൈയുടെയും ഷോൾഡറിൻ്റെയും സെൻറ്റർ തമ്മിൽ കൂട്ടി ഒരിടത്ത് വെക്കുക. അതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് നമ്മൾ കയറ്റി വെട്ടിയിരിക്കുന്ന ഭാഗം വേണം ഫ്രണ്ടിലേക്ക് ആകത്തക്ക വിധത്തിൽ ഷോൾഡറിൻ്റെ സെൻറ്ററും കൈയുടെ സെൻറ്ററും തമ്മിൽ ഒരുമിച്ച് വെച്ച് 2 സൈഡിലേക്കും അടിച്ചു പിടിപ്പിക്കാം. 2 കൈയും അതുപോലെ തന്നെ ചെയ്യാം. കൈ പിടിപ്പിച്ചിരിക്കുകയാണ്. 2 സൈഡിലത്തെ 2 കൈയും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സൈഡ് മാത്രം വണ്ണം അടിക്കുക. വണ്ണത്തിന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സൈഡ് തുമ്പിട്ട് അങ്ങോട്ട് അടിച്ചാൽ മതി. കൈ തൊട്ട് അവിടം വരെ. കൈക്ക് മാത്രം വണ്ണം എടുക്കാം. കൈക്കൊരു 5 ഇഞ്ച് അടിയിലേക്കല്ലേ, അടിയിൽ നിന്ന് ഒരു 5 ഇഞ്ച് വണ്ണം വെച്ചും മുകളിൽ വരെ താഴെ വരെ, കൈയുടെ അടി തൊട്ട് താഴെ വരെ നമുക്ക് അടിച്ചു കൊടുക്കാം. അതിന് ശേഷം വേണ്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ അടിച്ചിട്ട് ഇനി നമുക്ക് വേണ്ടിയത് ഇടയ്ക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡറിൽ നിന്ന് ഒരു 16 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യാം. 16 ഇഞ്ച് 2 സൈഡിലും അങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി അതൊരു സ്കെയിൽ വെച്ചങ്ങോട്ട് യോജിപ്പിക്കാം. അതുപോലെ തന്നെ മറുവശം എടുക്കുക. മറുവശത്തും അതുപോലെ തന്നെ 2 ഷോൾഡറിൽ നിന്നും 16 ഇഞ്ച് താഴെ മാർക്ക് ചെയ്യാം. 2 സൈഡിലും മാർക്ക് ചെയ്യാം. നമുക്കിതിന് വേണ്ടിയത് അരവണ്ണം വേണ്ടിയത് ഒരു 30 ഇഞ്ചാണ് അരവണ്ണം വേണ്ടിയത്. അപ്പോൾ 30 ഇഞ്ച് അരവണ്ണം വേണ്ടിയപ്പോൾ നമ്മൾ അതിന് എലാസ്റ്റിക് എടുക്കുന്ന ഒരു 25 ഒന്ന് 26 ഇഞ്ച് വണ്ണത്തിൽ നമ്മൾ ഒരു കഷ്ണം നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഒരു ഇഞ്ച് തുമ്പും കൂടെ കൂട്ടി 26 ഇഞ്ചിൽ നമ്മൾ എലാസ്റ്റിക് മുറിച്ചെടുത്തു. ആ എലാസ്റ്റിക് നമ്മളിനി അതിലേക്ക് വെച്ച് കൊടുക്കണം. നമ്മൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന വര വരച്ചിട്ടുണ്ടല്ലോ, അതിലൂടെ വെച്ച് കൊടുക്കുക. അങ്ങനെ ആ
എലാസ്റ്റിക് ഇപ്പം 2 വശത്തേക്കും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു വശത്തേക്ക് അതിൻ്റെ പകുതി ഭാഗമേ വരുള്ളൂ. ആ പകുതി ഭാഗം വരുമ്പം ഉണ്ടോ കുറച്ച് കൂടുതലുണ്ട്. അപ്പം നമ്മളത് വലിച്ചു വെച്ചിട്ട് വേണം അങ്ങനെ ആ എലാസ്റ്റിക് അടിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് അടിച്ചു കൊടുക്കാം. കൈ തൊട്ട് ഒരു വശം മൊത്തം അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എലാസ്റ്റിക് വെക്കുന്നതിന് വേണ്ടിയിട്ട്. അതും നമ്മൾ അടിച്ചു, 2 അടിപ്പടിച്ചു. എലാസ്റ്റിക് വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ കൂടി ഒന്ന് അടിച്ചു, രണ്ടാമത്തെ സൈഡിൽ കൂടെ ഒന്നും കൂടി അടിച്ചു. അങ്ങനെയാണ് അവിടെ അടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത്, ഇനി ഇത് മുകളിലത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി താഴത്തെ പാർട്ട് നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അടിയിലേക്കൊക്കെയുള്ള ഭാഗം നമ്മൾ ഫ്രില്ല് വെച്ചിരിക്കുന്ന ഭാഗം മുകളിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതും നമുക്ക് മുകളിലത്തെ പാർട്ടിൻ്റെ മുകളിലേക്ക് വേണം താഴത്തെ പാർട്ട് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. നമ്മളിപ്പം അടിയിലത്തെ പാർട്ടും മുകളിലത്തെ പാർട്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പുറത്തെ ഈ ഒരു സൈഡും കൂടെ അടിച്ചാൽ മാത്രം മതി. കൈ തൊട്ട് അടി വരെ അടിച്ചു വിടാം. അതിന് നമുക്ക് ഷേപ്പ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രില്ലായിട്ട് ഞൊറിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടത് വെറുതെ അടിച്ചു വിട്ടാൽ മതി. രണ്ടാമത്തെ സൈഡും കൂടെ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടോപ്പ് തയ്ച്ച് കഴിഞ്ഞു. ഇത് നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ്. റെഡിമെയ്ഡ് മേടിക്കുന്നതിനേക്കാളും വളരെ ഭംഗിയായിരിക്കും. ഇത് നിങ്ങളൊന്ന് തയ്ച്ച് നോക്കണം. താങ്ക് യു.